അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്ത് വിജയത്തിലേക്കുള്ള ആയുധമാണ്, വിജയത്തിലേക്കുള്ള വഴികാട്ടിയാണ്, വിജയത്തിലേക്കുള്ള പാതയാണ്. സ്വലാത്ത് വളരെയേറെ മധുരമാണ്, അല്ലേ? ഏതൊരു മനുഷ്യനും അവൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ 4-ാം മാസം ആവുമ്പോൾ അവർ വിജയിച്ചവനാണോ അഥവാ സഈദാണോ പരാജിതനാണോ, അതായത് ഷഖിയാണോ എന്ന് അള്ളാഹു തീരുമാനിച്ച് എഴുതി വെക്കുന്നതാണ്. ലോകത്ത് ഒരു അമൽ കൊണ്ടും ആ തീരുമാനം അള്ളാഹു മാറ്റുന്നതല്ല. പക്ഷേ സ്വലാത്ത് അധികരിപ്പിക്കൽ കൊണ്ട് അള്ളാഹു ആ തീരുമാനം മാറ്റുന്നതാണ്. ഈ വിഷയം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ശിഷ്യനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുരീദുമായ ഷാംഹൂറഷ് എന്ന ജിന്ന്, ഖുതുബിയത്തിൻ്റെ തുടക്കത്തിൽ നാം ഫാത്തിഹ ഓതാറുള്ള ജിന്നാണ് ഈ ജിന്ന്. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സ്വലാത്തിനെ സംബന്ധിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാംഹൂറഷിനോട് ചോദിച്ചു, ഗർഭത്തിലുള്ള ഒരു കുഞ്ഞിനെ ഷഖീ, അതായത് പരാജിതൻ ആയി അള്ളാഹു വിധി എഴുതിയാൽ അത് മാറ്റി വിജയിച്ചവൻ ആക്കാൻ, അതായത് സഈദാക്കാൻ വല്ല മാർഗവുമുണ്ടോ? അപ്പോൾ ഷാംഹൂറഷ് പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഹ്ലം. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഗർഭത്തിൽ ഉള്ള, അതായത് ഷഖീ എന്ന് വിധി എഴുതപ്പെട്ട ഒരു കുഞ്ഞ് അത് ജനിച്ച് എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ആ കുഞ്ഞിൻ്റെ ഷഖാവത്ത്, അതായത് പരാജയം മായ്ച്ച് അള്ളാഹു വിജയം രേഖപ്പെടുത്തുന്നതാണ് എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. ഈ സംഭവം ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഖാസിം അൽ ഖന്ദൂസി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷറാബു അഹ്ലുസ് സഫാഫി സ്വലാത്തി അലൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പേജ് 22-23 എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം എല്ലാത്തിനേക്കാളും സ്നേഹിക്കണം. നാം എല്ലാത്തിനേക്കാളും സ്നേഹിക്കേണ്ടത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. നാം നമ്മുടെ ജീവിതത്തിൽ ഏതൊരാളെക്കാളും ഏതൊരു വസ്തുവിനേക്കാളും നാം സ്നേഹിക്കേണ്ടത് ഹബീബായ തങ്ങളെയാണ്. അവിടത്തോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ് ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പാരത്രിക ലോകത്ത് എന്നോട് ഏറ്റവും അടുത്തവൻ എൻ്റെ മേൽ ഏറ്റവും സ്വലാത്ത് ചൊല്ലുന്നവനാകുന്നു. സ്വലാത്ത് മുഖേന നിരവധി മഹത്വങ്ങൾ നേടിയെടുക്കുവാനാകും. മഹാന്മാരായ പണ്ഡിതർ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയ ചില നേട്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കുന്നു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കുന്നു, അള്ളാഹുവോട് ഒരു സുഹൃതത്തിൽ യോജിക്കുന്നു, മലക്കുകളോട് ഒരു നന്മയിൽ യോജിക്കുന്നു, 10 പുണ്യം ലഭിക്കുന്നു. മാത്രമല്ല പിന്നെ കിട്ടുന്ന നേട്ടം എന്താണ്? 10 നന്മകൾ എഴുതപ്പെടുന്നു. പിന്നെ കിട്ടുന്നത് 10 ദോഷങ്ങൾ മായ്ക്കപ്പെടുന്നു. പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ കാരണമാകുന്നു. സ്വലാത്ത് അധികരിപ്പിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളാണ് ഇതൊക്കെ. പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ കാരണമാകുന്നു. അതാണ് ഏതൊരു ദുആഇന് ശേഷവും സ്വലാത്ത് ചൊല്ലണം എന്ന് പറയുന്നത്. ഇനി അടുത്ത നേട്ടം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്നു. ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നു. മാനസിക പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടുന്നു. അന്ത്യനാളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചാരെ നിൽക്കാൻ അവസരം കിട്ടുന്നു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ നമുക്കെല്ലാവർക്കും പടച്ചറബ് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പാവപ്പെട്ടവൻ സ്വതക്കയുടെ സ്ഥാനത്ത് നിൽക്കുന്നു. ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നു. ഇതൊക്കെ സ്വലാത്ത് അധികരിപ്പിക്കുന്നതിലൂടെ കിട്ടുന്ന നേട്ടമാണ്. മാത്രമല്ല അല്ലാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു. മലക്കുകളുടെ പാപമോചനം ലഭിക്കുന്നു. സ്വലാത്ത് മുഖേന വിശുദ്ധിയും പരിശുദ്ധിയും ലഭിക്കുന്നു. മരണത്തിന് മുമ്പ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെടും. മരണത്തിന് മുമ്പ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെടും. നമുക്കെല്ലാവർക്കും സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് നല്ല ഈമാനോട് കൂടി മരിക്കുവാനുള്ള ഭാഗ്യം പടച്ചറബ് നൽകട്ടെ. ഇനി അടുത്ത നേട്ടം എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാം ലഭിക്കും. മറന്നത് ഓർമ്മ വരാൻ കാരണമാകും. ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ ലഭിക്കും. അതുപോലെ തന്നെ
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആക്ഷേപത്തിൽ നിന്ന് രക്ഷ ലഭിക്കുന്നു. സ്വലാത്ത് ഉപേക്ഷിച്ചവൻ പരാജയപ്പെടട്ടെ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ നിന്ന് രക്ഷ ലഭിക്കുന്നതാണ്. സിറാത്ത് പാലം കടക്കുമ്പോൾ പ്രകാശം ലഭിക്കുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെറുപ്പിൽ നിന്ന് രക്ഷ ലഭിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ബറക്കത്ത് ലഭിക്കുന്നതാണ്. ആയുസ്സിൽ വർധനവ് ലഭിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ലിഖാ ലഭിക്കാൻ കാരണമാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നിലനിർത്തപ്പെടുകയും വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം, അതായത് പ്രവാചക സ്നേഹം മുഖേനയാണ് സാധ്യമാകുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം പ്രവാചക സ്നേഹം മുഖേനയാണ് സാധ്യമാകുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സദാ ഉരുവിലിടുമ്പോൾ, സ്വലാത്ത് അധികരിപ്പിക്കുമ്പോൾ അവിടത്തോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതാണ്. സ്വലാത്ത് ചൊല്ലുന്നവനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹിക്കുന്നതാണ്. നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് സ്വലാത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ പുണ്യ സ്നേഹം നമ്മിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം നമ്മിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കും എന്നർത്ഥം. അതുപോലെ മറ്റൊരു നേട്ടമാണ് ഹിദായത്ത് നിലനിർത്തപ്പെടുന്നു എന്നുള്ളത്. അതുപോലെ ഹൃദയ വിശാലത ലഭിക്കുന്നതാണ്. ഹൃദയം ജീവസുറ്റതാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നവൻ്റെ പേര് അറിയിക്കപ്പെടുന്നതാണ്. അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനത്തിന് പ്രയാസം കുറഞ്ഞ കർമ്മമാണ് സ്വലാത്ത്. അത് വർദ്ധിപ്പിക്കൽ മുഖേന അവനോടുള്ള നന്ദി പ്രകാശനമാണ് നടക്കുന്നത് അവിടെ. അതുകൊണ്ട് സ്വലാത്ത് അധികരിപ്പിക്കുക. പിന്നെ കിട്ടുന്ന നേട്ടം എന്താണ്? അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തിരിച്ചറിയുന്നതാണ്. അതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടപ്പാട് അല്പമെങ്കിലും നിർവഹിച്ചവനാകുന്നതാണ്. സ്വലാത്ത് ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് സ്വലാത്ത് അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് കിട്ടുന്ന വലിയ ഒരു നേട്ടമാണ് സിറാത്ത് പാലം എളുപ്പത്തിൽ വിട്ടുകടക്കാൻ കഴിയുന്നു എന്നുള്ളത്. സിറാത്ത് പാലം എളുപ്പത്തിൽ വിട്ടുകടക്കാൻ സാധിക്കുന്നതാണ് സ്വലാത്ത് അധികരിപ്പിച്ചാൽ. അതുകൊണ്ട് എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്നതോടൊപ്പം തന്നെ സ്വലാത്തും പരമാവധി അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുണ്യ റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഈ മാസത്തിലൊക്കെ സ്വലാത്ത് അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് എത്രത്തോളം സമയം സ്വലാത്ത്, നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയം, യാത്രാ സമയത്തൊക്കെ സ്വലാത്ത് ചൊല്ലാം അല്ലേ? അപ്പോൾ നമുക്ക് കഴിയുന്ന സമയത്തൊക്കെ സ്വലാത്ത് അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അത് നമുക്ക് ദുനിയാവിലും ഇരു ലോകത്തും നമുക്ക് വിജയം മാത്രമേ നൽകുകയുള്ളൂ. നല്ല നേട്ടങ്ങളാണ് നമുക്ക് സ്വലാത്ത് കൊണ്ട് കിട്ടാൻ പോകുന്നത്. ഇരു ലോകത്തും വലിയ വിജയമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. വലിയ പ്രതിഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. വലിയ നേട്ടങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സ്വലാത്ത് അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നാം ഇപ്പോൾ പറഞ്ഞതും അല്ലാത്തതുമായ ഒട്ടനവധി നേട്ടങ്ങൾ സ്വലാത്തിലൂടെ നമുക്ക് കൈവരിക്കാൻ കഴിയുമെങ്കിലും നാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ മുഖേന കരുതേണ്ടത് അവിടുത്തോടുള്ള മുഹബ്ബത്ത് കാരണമായി സ്വലാത്ത് ചൊല്ലുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നേട്ടങ്ങൾ മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒരു സ്നേഹം. ഞാൻ പറഞ്ഞു, ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒരു മുഹബ്ബത്ത് മനസ്സിൽ കരുതിക്കൊണ്ട് വേണം ഞാൻ സ്വലാത്ത് ചൊല്ലാൻ. അങ്ങനെ സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുണ്യ റബീഉൽ അവ്വൽ മാസത്തിലാണ്. സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കുക. തീർച്ചയായും അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ നേട്ടം നമുക്ക് ഇരു ലോകത്തും ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി തങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, മുത്തുനബിയെ സ്വപ്നത്തിൽ കാണുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകട്ടെ. നാളെ മുത്തുനബിയോടൊപ്പം നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.